السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ലിബറൽ പ്രത്യയശാസ്ത്രങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളെ വിമർശനാത്മകമായി നേരിടാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ലിബറൽ പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് മുസ്ലിം യുവാക്കളുടെ സ്വത്വത്തെയും ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്തുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നത്. ആദ്യമായി ഇസ്ലാമിനെ വിമർശിക്കുന്നവർ വ്യത്യസ്ത തരക്കാരാണ്. ഒന്ന്, ഉയർന്ന അക്കാദമിക നിലവാരം പുലർത്തി അക്കാദമികമായി ഉന്നതി പ്രാപിച്ച ആ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ വരാറുണ്ട്. രണ്ടാമത് വരുന്ന വിമർശനം, അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അവർ ജീവിക്കുന്ന അവരുടെ തീർത്തും ജനറലായ പൊതുവായ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് പൊതുവായ സാഹചര്യങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന ഇസ്ലാമിക വിമർശനം. മൂന്നാമതൊന്ന്, ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്കും ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൂന്നാമതൊരു വിഭാഗം, അവർ ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിച്ച് നന്നായി അറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് നന്നായി അറിയാം, അവരുടെ വിമർശനങ്ങളെക്കുറിച്ചും നന്നായി അറിയാം. നാലാമതൊരു വിഭാഗം, അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കേവല വിമർശനത്തിന് വേണ്ടി മാത്രമാണ്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ചും അറിയില്ല, അവർ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പോലും അറിയില്ല. ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളോട് വ്യത്യസ്ത രീതിയിലുള്ള വിമർശനങ്ങളാണ്, വിമർശനാത്മകമായ നിലപാടുകളാണ് ഒരു വിശ്വാസി, ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. എങ്ങനെയാണ് അക്കാദമിക നിലവാരത്തിലുള്ള വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ വരുമ്പോൾ നമുക്ക് പ്രതിരോധിക്കാനാവുക? അതിലേറ്റവും പ്രധാനപ്പെട്ടത്, മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾക്ക് തങ്ങളുടെ അക്കാദമിക നിലവാരം വളർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിന് നമ്മൾ ഇന്ന് തുടർന്നു പോരുന്ന നമ്മുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ ഘടന പരിഷ്കരിക്കേണ്ടി വരും. ഒരുപക്ഷെ സിലബസ് പരിഷ്കരണം, നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ മതവിദ്യാഭ്യാസം, പുതിയ കാലത്തൊക്കെ KG മുതൽ, അതല്ലെങ്കിൽ 3-ാം വയസ്സ് മുതൽ മതവിദ്യാഭ്യാസം ആരംഭിക്കുന്നുണ്ട്. 3-ാം വയസ്സ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പലപ്പോഴും ഘടനാപരമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല. അത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയുടെ ഒരു പ്രശ്നമാണ്. അതിൽ ഒരു അപ്ഡേഷൻ നമുക്ക് നടത്തേണ്ടി വരും. 2, ഉത്തരങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മുസ്ലിം യുവാക്കളെ പഠിപ്പിക്കേണ്ടത്, മറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കൂടെ അവരെ പര്യാപ്തമാക്കണം. ലിബറലിസം ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നവർ മാത്രമാകരുത് നാം, മറിച്ച് ചില ചോദ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അതിനെ ഏറ്റവും ക്രിയാത്മകമായി വിമർശനാത്മകമായി നേരിടാനുള്ള ഒരു ആയുധമായിട്ട് ചില ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ രീതിയിലേക്ക് മുസ്ലിം യുവാക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ, ലിബറൽ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിവിടുന്ന ആരോപണങ്ങളുടെ പ്രധാന കേന്ദ്ര ബിന്ദു എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കൾക്ക്, പ്രത്യേകിച്ചും പുതിയ കാലത്ത് ക്യാമ്പസുകളിലൊക്കെ ലിബറലിസം അരങ്ങ് വാഴുന്നൊരു സമയമാണ്. അതിനുവേണ്ടി നിരന്തരം നിരവധി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ, വിദ്യാർത്ഥി, സാംസ്കാരിക സംഘടനകൾ എന്ന പേരിലൊക്കെ വ്യത്യസ്ത സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിവിടുന്ന ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി മുസ്ലിം യുവാക്കൾക്ക് നേടിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്.
ചോദ്യങ്ങൾ വ്യത്യസ്ത തരങ്ങളിൽ നിന്ന് വരും. പക്ഷെ അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു പലപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമായിരിക്കും. ആ കേന്ദ്ര ബിന്ദുവിനെ മനസ്സിലാക്കി കൊടുത്താൽ ഇസ്ലാമിക സ്വത്വബോധത്തെ കുറച്ചുകൂടെ മനോഹരമായ മുസ്ലിം യുവാക്കൾക്ക് നിലനിർത്താനാകും. അതുപോലെ തന്നെ നന്നായി പഠിച്ച് വിമർശിക്കുന്നവർ, ഇസ്ലാമിനെ നന്നായി പഠിച്ച് വിമർശിക്കുന്നവരുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അവർ വിമർശിക്കുന്നത് പലപ്പോഴും അവരുടെ വായനകളിൽ വന്ന തെറ്റുധാരണകൾ കൊണ്ടാണ്. ആ തെറ്റുധാരണകളെ നീക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കണ്ടന്റ് പേഴ്സൺസിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ കണ്ടന്റ് പേഴ്സൺസിനെ ഉപയോഗപ്പെടുത്തി മറ്റു സാധാരണക്കാരായ ആളുകൾ ഇത്തരം ലിബറൽ പ്രത്യയശാസ്ത്രങ്ങളോട് വിമർശനാത്മകമായി ഇടപെടാനും കൂടെ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും അറിയാതെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ട്രോളുകളിലൂടെയും മറ്റൊക്കെ വിമർശിക്കുന്നവർക്ക് ഒരു വേള അത്തരത്തിലുള്ള ഒരു സമീപനം കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് അനിവാര്യമായി വരും. അതിന് സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം, സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ഉപയോഗം കാര്യക്ഷമമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പുതിയ കാല സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ച് അറിയുക, അതിൻ്റെ ട്രെൻഡ് അറിയുക, അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ലിബറൽ പ്രത്യയശാസ്ത്രങ്ങളോട് വിമർശനാത്മകമായി ഇടപെടാൻ കഴിയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.